അപ്പോൾ എസ്സിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ SDLC എന്നാണ്. ലൈഫ് സൈക്കിളാണ്, ഒരു സൈക്കിളാണ്. നമ്മൾ പലതും പഠിച്ചിട്ടുണ്ടല്ലേ, കുറേ ലൈഫ് സൈക്കിൾസ് നമ്മൾ പഠിച്ചിട്ടില്ലേ. ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ഫുഡ് ചെയിൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സൈക്കിളായിട്ട് നടക്കുന്നതാണ് അല്ലേ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെയും ലൈഫ് സൈക്കിളാണ്. ലാസ്റ്റത്തേന്ന് പിന്നെ ഫസ്റ്റത്തെ സ്റ്റെപ്പിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണതാണ് ശരിക്കും ഈ പ്രോസസ്സെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ബാങ്ക് അവർ മാനുവലായിട്ടാണ് എല്ലാ കാര്യങ്ങളും എഴുതിയൊക്കെ ചെയ്തിരുന്നത്. പണ്ട് അങ്ങനെയായിരുന്നു. അവർ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോവാണ്, മീൻസ് അവർ സോഫ്റ്റ്വെയർ വെച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പോവാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് അവർ വന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ വേണം, ഞങ്ങളിങ്ങനെ ബാങ്കിലാണ്, ഞങ്ങളുടെ ഓപ്പറേഷൻസ് ഇതൊക്കെയാണ്, ഞങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ വേണമെന്ന് അവർ വന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവർ നമ്മളിവിടെ പ്രപ്പോസൽ വെച്ചേക്കണേ പ്രൊജക്റ്റിൻ്റെ. അപ്പോൾ നമ്മൾ പറയും നമുക്ക് നോക്കാം, നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒക്കെ നോക്കാം. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ പ്ലാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ പ്ലാൻ ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിലെ അവിടെ എന്തൊക്കെ ഓപ്പറേഷൻസാണ് നടക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ നടക്കുന്ന ആരൊക്കെയാണ് വരുന്നത്, എന്തെല്ലാം പ്രോസസ്സുകളാണ് നടക്കുന്നത്, ലോണുകളുണ്ടോ, പുതിയ അക്കൗണ്ട്, അങ്ങനത്തെ കുറേ എല്ലാ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു. എന്നിട്ട് ഈ സിസ്റ്റം ഫീസിബിളാണോ എന്ന് നോക്കും നമ്മൾ. അത് ഫീസിബിൾ എന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്നതാണോ, നമുക്കത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ. ഫീസിബിൾ നമുക്കും ആവണം അവർക്കും ആവണം. അപ്പം നമ്മൾ പറയാം ഞങ്ങൾ ആ സോഫ്റ്റ്വെയർ ചെയ്യാം, ഞങ്ങൾക്ക് 1 crore rupees വേണമെന്ന് പറഞ്ഞാൽ അത് ബാങ്കുകാരെ കൊണ്ട് ചിലപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എക്കണോമിക്കലി ഫീസിബിൾ ആയിരിക്കണം. ഓക്കെ, ഇപ്പം എന്തായാലും നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്തു, ആപ്പിൾ മെഷീൻസ് വെച്ചിലേ മാത്രമേ ഇത് റൺ ചെയ്യുള്ളൂ. അപ്പോൾ ബാങ്കിലെ എല്ലാ മെഷീൻസും ആപ്പിൾ മെഷീൻസ് ആക്കണം, കോസ്റ്റ്ലി ആണല്ലേ. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ എക്കണോമിക്കൽ ഫീസിബിലിറ്റിയുടെ കേസുകളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ ഉള്ള സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാഫില്ല, ഈ പുതിയ സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് കൂടാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഫീസിബിളാണോ, ടെക്നിക്കലി നമുക്ക് ഫീസിബിളാണോ ഇത് ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ ബിഹേവിയറലിനെയും നമുക്ക് ഫീസിബിളാണോ, ഗവൺമെൻറ്റിന് എൻ്റെ എന്തെങ്കിലും ലോയ്ക്കെതിരാണോ എന്നൊക്കെ നമുക്ക് ഫീസിബിളാണോ എന്നുള്ള സ്റ്റഡികളും കാര്യങ്ങളും നമ്മൾ എന്തിലാണ് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു റിക്വസ്റ്റ് അപ്രൂവൽ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ അവർ പറയും കുഴപ്പമില്ല, നമുക്ക് പ്രൊജക്റ്റ് നിങ്ങൾ പഠിച്ച സ്റ്റഡി ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇങ്ങനെ ചെയ്യാം, ഓക്കെ എന്ന് പറഞ്ഞ് അവർ നമ്മളെ കൺസെൻറ്റ് തന്ന് വിടും. അത് കഴിഞ്ഞ് വരുന്ന ഒരു പ്രോസസ്സാണ് സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്നത്. സിസ്റ്റം അനാലിസിസിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനും ഉണ്ട്, കൺക്ലൂഡിങ് ഇൻവെസ്റ്റിഗേഷനും ഉണ്ട്. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനിൽ അവിടെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം വരെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് പോരുന്നത്. ഓരോ കാര്യങ്ങളും എന്തൊക്കെ ഡാറ്റയാണുള്ളത് അതെല്ലാം റെക്കോർഡ് ചെയ്ത്, എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത് അതെല്ലാം നമ്മൾ പിക്ചോറിയൽ എങ്ങനെയെങ്കിലും ഡെപിക്റ്റ് ചെയ്ത്, എന്തൊക്കെ കണ്ടീഷൻസാണുള്ളത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റഡി ചെയ്യുന്നതാണ് ഈ പറയുന്ന ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ കഴിയുമ്പോൾ നമ്മളൊരു കൺക്ലൂഡിങ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരും. അവർ പറയും, അപ്പോൾ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഉള്ള നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്കുകൾ ഇതൊക്കെയാണ്, ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന സിസ്റ്റം നിങ്ങളുടെ ഈ ഡ്രോബാക്കുകളെ ഇല്ലാണ്ടാക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഇതൊക്കെയാണെന്ന് നമ്മൾ പറയണത് ഏതിലാണ്? ഈ കൺക്ലൂഡിങ് ഇൻവെസ്റ്റിഗേഷനിലാണ്. ഈ കൺക്ലൂഡിങ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് നമ്മളവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിലുള്ളത്. ഓൾറെഡി ഉള്ളതിൻ്റെ ഡ്രോബാക്കും നമ്മളുടെ സോഫ്റ്റ്വെയറിൻ്റെ അഡ്വാൻറ്റേജസുമാണ് ഉള്ളത്. അങ്ങനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അവർ പറയും ഓക്കെ, സമ്മതിച്ചു, പ്രൊജക്റ്റ് തുടങ്ങിക്കോളൂ, ഞങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മൾ യൂസർ ഇൻ്റർഫേസാണ് ആദ്യം. യൂസർ എന്താണോ കാണുന്നത്, ഇപ്പോൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള അതൊക്കെ ഇല്ലേ, ആ യൂസർ ഇൻ്റർഫേസ് ആദ്യം ഡിസൈൻ ചെയ്യും. അതുപോലെ തന്നെ ഡാറ്റാ എല്ലാം സ്റ്റോർ ചെയ്ത്, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്യണ്ടേ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും.
ആ ലോണിൻ്റെ ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് എല്ലാം സേവ് ചെയ്യണ്ടേ, അവരുടെ പേറോൾ മാനേജ്മെൻറ്റ് എല്ലാം സേവ് ചെയ്യണം. അതിനുള്ള ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് തുടങ്ങുന്നത്? കോഡിങ് തുടങ്ങുന്നത്. മനസ്സിലായോ? അപ്പോൾ കോഡിങ് ഡിസൈൻ ഫേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോഗ്രാം കോഡിങ് ചെയ്യണം. കോഡ് ചെയ്ത് പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോൾ ഇത്ര കാൽക്കുലേഷൻ, ഇന്ന ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് ഇത്ര മാസത്തേക്കുള്ള പലിശ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കോഡൊക്കെ എഴുതി നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ആ എന്തെന്നായിരുന്നു കൺക്ലൂഡിങ് ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം എന്തിൽ ചെയ്യണം? ഈ ഡിസൈനിലും കോഡിങ്ങിലും നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ പ്രൊജക്റ്റ് അത് റണ്ണിങ് ആയി, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാം ടെസ്റ്റിംഗ് ആണ് അടുത്ത് നടക്കുന്നത്. പ്രോഗ്രാമിനെ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റർ എന്താണ് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ ടെസ്റ്റർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? കൺക്ലൂഡിങ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് SRS എന്ന് പറയും, സിസ്റ്റം റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ആ സിസ്റ്റം റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ടെസ്റ്റർ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ സോഫ്റ്റ്വെയറിൽ ചെയ്തിട്ടുണ്ടോ, അതുപോലെ ആണോ ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതെന്ന് ഈ SRS വെച്ചിട്ട് ടെസ്റ്റേഴ്സ് ടെസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സോഫ്റ്റ്വെയർ കൊണ്ടുപോയി നമ്മൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതായത് ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ബാങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് അവരെ പഠിപ്പിക്കുക. അതിൽ കുറേ ഇതിന് ഓരോ പറയുന്ന സ്റ്റെപ്പിനും കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് അവിടുത്തെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ കൂടെ കുറച്ച് നാൾ നമ്മൾ ഇരിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സ്റ്റെപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവിടെ കൊണ്ട് വെച്ചു. ചിലപ്പോൾ അപ്പം തന്നെ എന്തെങ്കിലും ചേഞ്ചസ് അവർ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവരെന്ത് പറയും? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് കൂടി ഉണ്ട്, ചെയ്യണം എന്ന് പറയും. നേരത്തേക്ക് ആധാറോ പാൻ കാർഡോ അങ്ങനെയൊന്നും ബാങ്കുമായിട്ട് കണക്ട് ചെയ്യണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലേ. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ, അതിൻ്റെ ഒരു ഫീച്ചർ കൂടി ഞങ്ങളുടെ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെയൊക്കെ അടുത്ത് പോകാനിട്ട് പറയും, ആധാറിൻ്റെ KYCയുടെയും പാൻ കാർഡിൻ്റെയും ഡീറ്റെയിൽസും അക്കൗണ്ട് ഹോൾഡറിൻ്റെ ഡീറ്റെയിലേക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ചെയ്യണം എന്ന് പറയുന്ന നേരത്ത് അവിടെ ഒരു റിക്വയർമെൻറ്റ് പിന്നെയും വന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അതെങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യും. ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അത് കഴിഞ്ഞ് ഇന്ന പോലെയാണ് ഞങ്ങൾ ചെയ്യാൻ പോണതെന്ന് അവർക്ക് റിപ്പോർട്ട് കൊടുക്കും. അവരത് അംഗീകരിച്ചാൽ പിന്നെ ഡിസൈൻ വരും, കോഡിങ് വരും, ടെസ്റ്റിങ് വരും, പിന്നെയും നമ്മൾ അവിടെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ മൊത്തത്തിലുള്ള പ്രോസസ്സ് സൈക്കിൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അത്രയാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്.